അപ്പോൾ ഗായ്സ് നമ്മൾ പഴംപൊരിയൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടിപ്പട്ടാളങ്ങൾ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള പഴംപൊരി ആയതേറ്റ് ഞാൻ പോയി. ഒരു കുറേ നേരമായി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ആയതേറ്റ് ഞാൻ ഓർക്ക് പോയോ എൻ്റെ അമ്മേ എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്ത് ആ പാത്രം ഇങ്ങോട്ട് കാലിയാക്കിയവര്. പിന്നെ നമ്മൾ വലിയ ആൾക്കാരൊക്കെ വലിയവരൊക്കെ ചായ അടിച്ച് അതിൻ്റെ ഇടയിൽ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോള് ഉമ്മാനൊന്ന് ക്യാമറയ്ക്കൊക്കെ അങ്ങനെ പറയണ്ട. പക്ഷെ അമ്മ എത്രയായിട്ടും നോക്കണില്ല. അതങ്ങനെ ഒന്ന്. പിന്നെ അത് അമ്മോൻ്റെ മോളും ഓളെ ഫ്രണ്ട്സ് ഗ്യാങ്ങാണത്. ഒരാളിത് അവിടെ കൊടിൻ്റെതൊക്കെ ബാക്ക് കെട്ടി സെറ്റ് ആയിക്കണം. അങ്ങനെ നമ്മളെ ചെറിയൊരു കുട്ടികളെ റാലി ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി. വലിയവരൊക്കെ ഉള്ളത് രാത്രിയാണെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളുടെയൊക്കെ ഒരു നല്ല രസമുണ്ട് പോണ കാണാൻ കൊടിയും ഇതൊക്കെ. പിന്നെ ഇതാ അവിടെ പോലീസൊക്കെ വന്നിട്ടോ. പിന്നെ ഞാനും അമ്മോൻ്റെ മോളും ഉമ്മാൻ്റെ എളാപ്പാൻ്റെ പേരക്കുട്ടിയും കൂടി മെമ്പർമാരുടെ അടുത്തേക്ക് പോയി. ഇവിടെ ജയിച്ച 3 വാർഡത്തെ മെമ്പർമാരാണ് ഇവർ. അപ്പോൾ ഓരോരുത്തൊക്കെ പോയി ഓരോരുത്തു നിന്നൊക്കെ ഒരു യോ പാസ്സാക്കി. അങ്ങനെ പിന്നെ രാത്രിയായി. ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. മേശപ്പൂത്തിരിയൊക്കെ റോട്ടുമ്മ വെച്ച് ഒരു കത്തിക്കുന്നുണ്ട്. പിന്നെ സ്കൈ ഷോട്ട് അവിടുന്ന് മേലിന്ന് പൊട്ടുണ്ട്. നല്ല രസമുണ്ടായിന് കേട്ടോ രാത്രി ആയപ്പോൾ ഇതൊക്കെ കാണാൻ. പിന്നെ എൻ്റെ അമ്മോനാണിത്. ആ ചുവപ്പ് കുപ്പായം അവിടെ നല്ല കളിയിലാണ് ആളിവിടെ നമ്മൾ പറഞ്ഞാലൊന്നും കളിക്കൂല. പക്ഷെ ഇങ്ങനെയൊക്കെ പോയാൽ നല്ല മുതലാക്കുന്നുണ്ട്. പിന്നെ ഞാനും ഉമ്മാൻ്റെ അനിയത്തി റിയോ പാസ്സാക്കി. പിന്നെ ഞങ്ങൾ ആ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങാടി പോയി നോക്കി. അപ്പോൾ അങ്ങാടി പോയി നോക്കിയപ്പോൾ അവിടെ ഇതന്നെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഫുൾ പവറിലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ഇതിൻ്റെ 2 അമ്മായികളാണ്. പിന്നെ ഇതുമ്മാൻ്റെ ഏട്ടത്തിനായിട്ടൊക്കെ ഒരു യോ പാസ്സാക്കി. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ എത്തി ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കുട്ടിപ്പട്ടാളൊക്കെ ഇരുന്നാണ്ട് ഒരു മൂവി കാണാൻ വലിയ ആൾക്കാരാണ് ഇപ്പോൾ. അപ്പോൾ ഓരോപ്പം കുറച്ച് നേരം ഞാനും അവിടെ ഇരുന്നേ. അങ്ങനെ പിന്നെ മൂത്തമ്മനെ കൊണ്ടുപോകാൻ മൂത്താപ്പ വന്നീനി. അങ്ങനെ പിന്നെ മൂത്തമ്മയും പോയി, മൂത്താപ്പയും പോയി, ഞങ്ങളും പോയി, എല്ലാവരും പിന്നെ പോയി.